മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്നത്തെ കോഫി വിത്ത് സുജയിൽ. തിരുവനന്തപുരത്തെ ഒരു പ്രധാന ടെക്സ്റ്റൈൽസ് വസ്ത്രവ്യാപാരശാല അത് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ജീവനക്കാർക്ക് നൽകാനായി ഭക്ഷണം ഉണ്ടാക്കുന്ന പാചകശാലയാണ് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ട് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പാചകശാലയ്ക്ക് സമീപമുള്ളവർക്ക് ജീവിക്കണ്ടേ? റിപ്പോർട്ടർ മിനി ലൈവത്തോണിലേക്ക് സ്വാഗതം. നമ്മുടെ ടീം തയ്യാറാണ്. ടി വി പ്രസാദിന്റെ നേതൃത്വത്തിൽ സുനിഷ അയലൂർ, അരുൺ സോളമൻ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. വെൽക്കം ടീം. ടി വി പ്രസാദ്, അരുൺ സോളമൻ, സുനിഷ അയലൂർ. തിരുവനന്തപുരം വള്ളക്കടവിലാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ ഭക്ഷണ പാചകശാലയിൽ മാലിന്യങ്ങൾ ജനവാസ കേന്ദ്രത്തിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതി വന്നിരിക്കുന്നത്. സമീപത്തെ 20-ലധികം കുടുംബങ്ങളും നാട്ടുകാരും ദുരിതത്തിലാണ്. വ്യാപാര കേന്ദ്രങ്ങളിലേക്കുള്ള ജീവനക്കാർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതും ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം ഇവിടെയാണ്. മതിയായ മാലിന്യ സംസ്കരണ സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കഴിഞ്ഞ ദിവസം പ്രദേശവാസികൾ കൂട്ടത്തോടെ എത്തി ഇവിടെ പ്രതിഷേധിച്ചിരുന്നു. ഇതോടെ മാലിന്യം മണ്ണിട്ട് മൂടി. പക്ഷേ ഇപ്പോഴും ശാസ്ത്രീയമായ ഒരു സംവിധാനം അവിടെ ഇല്ല എന്നതാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യമായത്. കൂടുതൽ കാര്യങ്ങൾക്കായി നമുക്ക് ടി വി പ്രസാദിലേക്ക് പോകാം. ടി വി പ്രസാദ്, ഭക്ഷണശാല പ്രവർത്തിക്കുന്നതിനോ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനോ അല്ല എതിർപ്പ്. ആ ഭക്ഷണം ഉണ്ടാക്കിയതിനു ശേഷം വരുന്ന മാലിന്യങ്ങൾ മൂലം ആ പ്രദേശത്തെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതിലല്ലേ അവരിപ്പോൾ എതിർപ്പുമായി രംഗത്ത് വരുന്നത്. ഈ രീതിയിലുള്ള സാഹചര്യം അവിടെ കണ്ടു തുടങ്ങിയിട്ടിപ്പോൾ എത്ര കാലമായി? അറിയിച്ചിട്ടും അധികൃതർ ഇടപെട്ടിട്ടും പരിഹാരമില്ലാതെ ആ മാലിന്യം അവിടെ കിടക്കുന്നത് എന്തുകൊണ്ടാണ് പ്രസാദ്? സുജയ, ഏതാണ്ട് 10 മാസം മുമ്പാണ് ഇവർ ഇങ്ങനൊരു പരാതി നേരത്തെ ഉന്നയിക്കുന്നത്. ആ പരാതി ചെയ്യുന്ന സമയത്ത് അതിൽ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതുമാണ്. ഇപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള ദൃശ്യം. നിലവിലുള്ള ദൃശ്യം ഇതാണ്. അതായത് മിനിഞ്ഞാന്ന് ഇവിടെ പ്രദേശവാസികൾ ഇവിടെ വന്ന് വലിയ പ്രതിഷേധമുണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായി ഇവിടെ ഈ കാണുന്ന രീതിയിൽ ഇതൊക്കെ മണ്ണിട്ട് മൂടുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ മണ്ണിട്ട് മൂടിയതിൻ്റെ അടിയിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് മിനിഞ്ഞാന്നെടുത്ത ദൃശ്യങ്ങളാണ്. ഇതിപ്പോൾ ഈ കാണുന്നതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകി വരുന്ന ഈ മാലിന്യം. ഈ മാലിന്യത്തിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് കാണാം. സുജയ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുമ്പോൾ പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഈ ഭാഗത്തേക്കൊന്ന് ക്യാമറ തിരിച്ചാൽ കാണാം. സച്ചിൻ ഇങ്ങോട്ടേ. പ്രസാദ്, ഒന്ന് തുടരണം. പ്രസാദ്, ഇപ്പോൾ നമ്മുടെ ടീം അവിടെ എത്തിയപ്പോൾ പ്രസാദ്, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ അരുൺ സോളമനിലേക്ക് ഒന്ന് പോകണം. ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ നിന്നുള്ള മാലിന്യത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വള്ളക്കടവ് പുത്തൻ പാലത്തേക്ക് എത്തിയ നമ്മുടെ ടീമിൽ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിനെ മർദ്ദിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അരുൺ സോളമൻ, എന്താണ് അവിടെ സംഭവിച്ചത്? സുജയ, ഞങ്ങൾ 9 മണിയോടുകൂടിയാണ് ഈ പ്രദേശത്തെത്തിയത്. കഴിഞ്ഞ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 10 മാസമായി ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ ജീവനക്കാർക്കും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിനും ആവശ്യമുള്ള ഭക്ഷണ പാചകശാലയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നപ്പോൾ ഈ ഒരു വിഭാഗം ആൾക്കാർ ഇത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വീഡിയോ ജേർണലിസ്റ്റായിട്ടുള്ള ശിവപ്രസാദിൻ്റെ ക്യാമറ പിടിച്ചു തള്ളുകയും ശിവപ്രസാദിനെ പിടിച്ചു തള്ളുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രദേശത്ത് ഇപ്പോഴും സംഘർഷം നിലനിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ നിൽക്കാൻ പോലും കഴിയാത്തൊരു അത്രമാത്രം ദുർഗന്ധം നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ മണ്ണിട്ട് നികത്തിയ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ കഴിഞ്ഞ ഒരു 2-3 എന്ന് പറയുന്നത് പുഴുവരിച്ച നിലയിലായിരുന്നു. ഇവിടെയും ഇപ്പോഴും നമ്മളിവിടെ നമുക്ക് ആ നേരത്തെയുള്ള ദൃശ്യങ്ങൾ കൂടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്ഥലത്ത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ എടുക്കുന്നതിനാണ് വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനെ തടഞ്ഞത്. അവിടെ ആ പാചകശാലയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണോ? തലയിൽ ക്യാപ്പൊക്കെയുണ്ട്. അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകളാണോ പ്രശ്നമുണ്ടാക്കുന്നത്? എന്താണ് അവർ പറയുന്നത്? പോലെ ഇവിടുത്തെ ലോഡിംഗ് തൊഴിലാളികളാണ്, ചുമട്ട് തൊഴിലാളികളാണ്. അവർക്ക് ഇവിടെ ജോലിയുള്ളവരാണ്. അവർക്ക് ഈ ജോലി വേണം. അവരുടെ ആവശ്യം ഇതാണ്. അതായത് ഇവർക്ക് ആവശ്യമായ സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയം നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ പ്രദേശവാസികൾ തൊട്ടടുത്തുള്ളവരാണ്. ഇവിടെ മറ്റുള്ളവരെല്ലാം പറയുന്നത് ഒരു കാരണവശാലും ഇനി ഒരു നിമിഷം പോലും കൊടുക്കാൻ കഴിയില്ല. കാരണം ഇവരുടെ കുട്ടികൾക്കുൾപ്പെടെ അസുഖമുണ്ടാകുന്നു. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. നമുക്കിതൊന്ന് കാണിക്കാം സുജയ. അതായത് എന്നിട്ട് അതിലേക്ക് വരാം.
ഇത് കണ്ടല്ലോ, ഈ മാലിന്യം കനിഞ്ഞിറങ്ങി ഇവിടെയുള്ള വീടുകളിലേക്ക് പോവുകയാണ്. ഇത്ര ഉയരത്തിലാണ് ഈ മതിലുള്ളത്. ഇതിൻ്റെ അടിയിൽ കൂടി ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതുപോലെയുള്ള മാലിന്യത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് മിനിഞ്ഞാന്ന് ഇവിടെ പ്രദേശവാസികൾ വരുമ്പോൾ ഇതുപോലെയാണ്. ഇത് ഏതാണ്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ ഒരു വ്യാപ്തി എന്നുള്ളത്. ഇത് കൃത്യമായി സംസ്കരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തതാണ്. നേരത്തെ ഇവർ 10 മാസം മുമ്പ് പരാതി പറഞ്ഞ് ആ സമയത്ത് സംസാരിച്ച് കൃത്യമായ പ്ലാൻ ഉണ്ടാക്കി ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയതാണ്. ഇവിടുത്തെ ഒരു പ്രശ്നം, ഇവിടെ 100 കണക്കിന് ആളുകൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ നിന്ന് പാചകം ചെയ്യുന്നത്. മാത്രമല്ല അവരുടെ ടെക്സ്റ്റൈൽസിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് കോർണറിലേക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ ഇവരുടെ ബേക്കറികളിലേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന ഇവിടെ നിന്നാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ട സംവിധാനം ഒരുക്കാതെ എങ്ങനെ ഇതിനൊക്കെ അംഗീകാരം കൊടുക്കുന്നു എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഇവിടെ ജോലിയുള്ള കുറച്ച് ആളുകളാണ് ഇതിനെ എതിർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നാട്ടുകാരുടെ ദുരിതം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല സുജിയ. അവരുടെ ഭാഗമുണ്ട്, അവരുടെ ജോലി നഷ്ടപ്പെടുമെന്ന് പറയുന്ന ഭാഗമുണ്ട്. പക്ഷേ അതിലുമുപരിയായി നമ്മൾ കാണേണ്ടത് പ്രദേശത്തെ കുട്ടികൾക്ക് നിരവധിയായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു, ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. പ്രദേശവാസി നമ്മളോടൊപ്പം ചേരുന്നു. നമുക്ക് ചോദിക്കാം ഇവരെടുത്ത് എന്താണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല സാറേ. ഇവിടെ ഈ രാമേന്ദ്രൻ്റെ ഒരു 10-2000 തൊഴിലാളികളുണ്ട് സിറ്റിക്കകത്ത്, എല്ലാം മാർജിൻ ഫ്രീ ആയിട്ട്. അവിടത്തേക്കുള്ള ഫുഡ് മൊത്തം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നാണ്. അതിന് പ്രത്യേകത വെച്ചാൽ ഈ കിച്ചൺ അധികൃതമായാണ് നടത്തുന്നത്. ഇതിന് ലൈസൻസ് ഇല്ല, ഇതിന് ബോർഡില്ല, ഒന്നുമില്ല. ഈ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഈ ഫുഡ് ഉണ്ടാക്കുന്ന വേസ്റ്റ് മൊത്തം കൊണ്ട് നമ്മളുടെ ഡ്രെയിനേജ് സംവിധാനം ഇവിടെ ഇല്ല. ഈ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്ത ഈ കാണുന്ന ഈ വിളയിലാണ് ഈ വേസ്റ്റ് ഇടുന്നത്. ഈ വേസ്റ്റ് കിടന്ന് ഇവിടെ കിടന്ന് നാറുമ്പോൾ ഇത് തൊട്ട് താഴെ കൊണ്ട് കിണറുകൾക്കും വീട്ടുകൾക്കൊക്കെ ഈ വെള്ളം ഊറ്റിറങ്ങി ഇതിൻ്റെ കൊതുവും പുഴുക്കളുമുള്ള മറ്റുള്ള മാരകമായ അസുഖങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിനൊന്ന് ഒഴിവാക്കി കിട്ടണമെന്നാണ് ഇവിടുത്തെ ഈ പ്രദേശവാസികളുടെ പറ്റുന്നത്. ലോഡിംഗ് തൊഴിലാളികൾ ഇതിനെ എതിർത്ത് രംഗത്ത് വരാൻ കാരണം അത് അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. തൊഴിൽ പോകാൻ സാധ്യതയുണ്ട് ഉള്ളൊരു പേടിയല്ല. ഇങ്ങനെ പറയണത് ഇവിടെ കുളമാണ്, കായലാണെന്നൊക്കെ. 10 മാസം മുമ്പ് നിങ്ങളിവിടെ സംസാരിച്ചല്ലേ ഡീറ്റെയിൽ? അപ്പോൾ ഇതൊക്കെ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അന്ന് ഒരു കാട്ടിക്കൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ പോയി. കുറച്ച് കോൺക്രീറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ഫലപ്രദമായി അതായിട്ടില്ല. അതാ പ്രദേശവാസികൾക്കുള്ള ബുദ്ധിമുട്ട് എന്താ ഇതുകൊണ്ടുള്ള ഈ നാറ്റം, ഭയങ്കരമായ നാറ്റം അപ്പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. വേസ്റ്റ് ഇറങ്ങുന്നുണ്ട്, പറ്റുന്നില്ല. അത്ര നാറ്റമാണ്. ഇപ്പോൾ സാറ് വന്നിപ്പോൾ നാറ്റം കണ്ടില്ല, ആ നാറ്റം തന്നെ. ഈ നിൽക്കുന്ന ഈ മണ്ണിന്റെ അടിയിൽ വേസ്റ്റ് ഉണ്ട്. അതാണ് ഈ മണ്ണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. ഇത് നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഈ മണ്ണില്ലായിരുന്നു, അതുപോലെയുള്ള ഈ വേസ്റ്റ് ആയിരുന്നു. ഇപ്പൊ മണ്ണിട്ടതാണ്. ആ സമയത്താണ് നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇതിനൊന്ന് വൃത്തിയാക്കി എടുക്കുക. ഇതിന് വേണ്ടി ഈ വെള്ളം എങ്ങോട്ടെങ്കിലും അവർ ഷിഫ്റ്റ് ടാങ്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മാനുവൽ ഇട്ട്, അല്ലെങ്കിൽ ഡ്രെയിനേജ് സംവിധാനം എന്തെങ്കിലും ചെയ്ത് ഈ വെള്ളത്തിൽ സ്ഥാപനം അടച്ചുപൂട്ടണമെന്ന് ഒന്നും നിങ്ങൾ പറയുന്നത് നമുക്ക് പറയാനില്ല. സ്ഥാപനം അടച്ചുപൂട്ടിക്കൊണ്ട് പോകണം താല്പര്യമില്ല. ഈ വെള്ളം ഒഴിവാക്കി കിട്ടുക, ഇതേ മാത്രമേ ഉള്ളൂ പ്രശ്നം. കണ്ടല്ലോ സുജിയ, നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഇവർ പറയുന്നത് ഇത് തന്നെയാണ്, ഈ ഇവിടുത്തെ മാലിന്യം ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. പ്രദേശവാസികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എത്ര കാലമായി ഈ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടിപ്പോൾ? ഒരു കൊല്ലമായി തുടങ്ങിയിട്ട്. അതിനും ഈ 1 വർഷത്തിന് മുമ്പേ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയാണ് പ്രശ്നം, പരിസരവാസികൾക്ക് ബുദ്ധിമുട്ടാണ്, അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ എന്നിട്ടിപ്പോൾ ഇവരുടെ ഒരു പ്രതികരണം എന്താണ്? ഇവരുടെ പ്രതികരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിരന്തരം ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോഴല്ല അവർ പറയുന്നത് 3 ദിവസം 4 ദിവസം കൊണ്ട് ഞങ്ങളിതെല്ലാം മാറ്റും, ഈ വെള്ളക്കെട്ടൊക്കെ മാറ്റിത്തരാം എന്ന് പറയുന്നതല്ലാതെ അതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ അവരുണ്ടാക്കിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ അടിയിലൊക്കെ മാലിന്യമാണ്, ഇത് ഒത്തിരി മാലിന്യമാണ്. ഇപ്പം ഇന്ന് മെനിഞ്ഞാന്ന് ഞങ്ങൾ വന്നിട്ട് ഇതേപോലെ പറഞ്ഞതിന് ശേഷമാണ് അവരിവിടെ ഇത്തിരി മണ്ണിട്ടത്, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ അടിയിൽ അവിടെ കിടക്കുന്ന പോലെയുള്ള ഇതാണ് ഇവിടെ കിടന്നത്. അതേ അവസ്ഥയായിരുന്നു ഇവിടെ എല്ലാം വാഴയും കീഴയും എല്ലായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണോ? എന്താണ് ബുദ്ധിമുട്ട്? കുട്ടികൾക്ക് അസുഖം, പനിയായിട്ട് ആശുപത്രിയും ഇതായിട്ട് കിടക്കണം, നാറ്റം സഹിക്കാൻ വയ്യ. ഇവിടെ നിന്ന് കൃമി വരെ പുഴു വരെ അങ്ങ് ഞങ്ങളെ വീടിനകത്തോട്ട് ഇറങ്ങണം, ഈ മതിലും കഴിഞ്ഞ്. അത്ര സഹിക്കാൻ വയ്യ ഞങ്ങൾക്കിവിടെ. വരുന്നതിന് മുമ്പ് ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി? ഒന്നുമില്ലല്ലോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ പരിഹരിച്ച് തന്നേ പറ്റുള്ളൂ. ഇത് പറ്റൂല ഞങ്ങളെ മനുഷ്യനെ കൊന്നും കൊണ്ട് ഇവരെന്തിനിങ്ങനെ പണം ഉണ്ടാക്കുന്നത്? മനുഷ്യൻ്റെ ജീവനെടുത്തിട്ട് പറ്റൂല, ഇത് മാറ്റി തന്നേ പറ്റുള്ളൂ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണോ? സഹിക്കാൻ വയ്യ നാറ്റം. ഞങ്ങൾക്കൊരു മരിപ്പ് വീടായിരുന്നു, മരിച്ച വീട്ടിൽ വന്നിട്ട് ആള് കേൾക്കാൻ ഇവിടെ എന്തൊരു നാറ്റമൊന്നും നിങ്ങളിപ്പോൾ നിന്നിട്ട് നിങ്ങളെ അവസ്ഥ എന്തരാണ് ഇവിടെ? ഈ വിഷയം നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് ഇവിടുന്ന്
ഇവിടെ ഒരു വിഭാഗം ആളുകൾ വന്നിട്ടുള്ളത്. ആ വിഭാഗം ആളുകളാണ്. ഒരു മിനിറ്റ് ഇത് ലൈവാണ്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യം പറയൂ. എന്താണ്? റിപ്പോർട്ടർ ചാനലിൽ മീഡിയ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തു ഇതിൽ ന്യൂസ് വരുന്നുണ്ട്. ആരാണ് നിങ്ങൾ അടിച്ചത്? അത് പറഞ്ഞാൽ മതി. അത് മാത്രം നിങ്ങൾ പറഞ്ഞു. നമുക്ക് അന്വേഷിക്കാം. നമ്മൾ പ്രദേശവാസികളുടെ ഈ പറയുന്ന കേൾക്കൂ ഒന്നടങ്ങൂ പറയുന്ന കേൾക്കൂ. പ്രദേശവാസികളുടെ ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ വന്നത്. ഇത് നല്ലതാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. അപ്പൊ ഈ ഒരു സാധനം പ്രദേശവാസികൾ പറയുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യണോ? അത് നമ്മൾ ഒരു മിനിറ്റ് മറുപടി പറഞ്ഞു ചേട്ടാ. ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ? ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. അതിന് വേണ്ടിയല്ലേ നമ്മൾ വന്നത്. അതിലൊന്നും ഈ വന്നിട്ട് നമ്മളെ പറഞ്ഞ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാന്ന് പറഞ്ഞത് ശരിയാണോ അല്ലയോ? അല്ല, ചാനൽ വരുന്നതിന് മുമ്പേ പണി തുടങ്ങി. ഇതിനു മുമ്പ് ഇവിടെ ഈ പ്രശ്നമായിട്ട് വന്നവരോട് ചോദിച്ചോക്കണം ഇവിടെയൊക്കെ ഇങ്ങനെയാണോ കിടന്നേന്ന്. ഇത്രയും ആയിക്കോട്ടെ, ചോദിക്കട്ടെ. ഇതിനു മുമ്പ് നിങ്ങളെ വിളിച്ചവരോട് ചോദിക്കും. നിങ്ങൾ ഇതിനു മുമ്പ് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെയാണോ കിടന്നത്? ഇതിനെക്കാളും മോശമായി മലിനീകരണമായി കിടന്നു. ആ പ്രശ്നം ഇവർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനു ശേഷം അത് പണി തുടങ്ങിയാണ്. പറയുന്ന സമാധാനത്തിൽ കേൾക്കാണ്. നമുക്ക് സംസാരിക്കാം. ഇല്ല, നിങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. സമാധാനത്തിൽ കേൾക്കാം. ഒരു മിനിറ്റ്. വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. ആ വീഡിയോ എന്ന് പറയും ശിവപ്രസാദിനെ പിടിച്ചു തള്ളിയത് ആ ചേട്ടൻ തന്നെയാണ്. സ്റ്റുഡിയോയിലേക്ക് തരാം. ഒരു മിനിറ്റ് സുജയ ഒരു മിനിറ്റ് സുജയ ഇവരോട് തന്നെ സംസാരിക്കാം. ഒരു മിനിറ്റ്. ഇതൊക്കെ നമ്മുടെ അവിടുന്ന്. ഒരു മിനിറ്റ് സുജയ ഇവരോട് സംസാരിക്കാം. ചേട്ടാ, പേരെന്താ? ഹലോ, എന്റെ പേര് മുഹമ്മദ് ഷാഫി. എന്തോ? ഹലോ, പറഞ്ഞു. പേരെന്താണ്? മുഹമ്മദ് ഷാഫി. ചേട്ടൻ എന്തിനാണ് ആ ക്യാമറാമാനെ തള്ളിയത്? മുഹമ്മദ് ഷാഫി. ആ ക്യാമറമാനെ തള്ളിയത് എന്തിനാണ്? ഞാനത് കണ്ടല്ലോ. എന്ത്? ആ ക്യാമറമാനെ എന്തിനാ തള്ളിയത്? അതെ, നിങ്ങൾ കണ്ടു. അത് ഇരിക്കട്ടെ. അത് കണ്ടതിന്റെ വിഷയം ഞങ്ങളിവിടെ ഇത് വിളിച്ചോണ്ട് വന്നവരോട് നമ്മൾ ചോദിക്കുമ്പം അവർ ഗുണ്ടായുസമാണെന്ന് പറഞ്ഞു. ഗുണ്ടായുസമാണെങ്കിൽ എടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുള്ളതിലാണ് ഞാൻ തടയുന്നത്. അല്ല, ചേട്ടൻ അങ്ങോട്ട് പോയി തള്ളുകയാണ് ആ ക്യാമറമാന്റെ അടുത്തേക്ക്. നിക്കല്ലേ അടുത്തേക്കല്ലേ? ഞാൻ പറഞ്ഞ് അവരോട് ഒരു മിനിറ്റ്, ഞാൻ പറയുന്നതോടെ നിങ്ങൾ കേൾക്കുക. ഞാൻ ഇത് ഇവിടെ വന്ന് വിഷയം വന്ന് ഇവര് ഇതിനു മുമ്പ് ഈ വ്യക്തിയും നേരത്തെ വന്ന് ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കി. അതിനെ അവർ ബ്ലോക്ക് ചെയ്ത് അവർ കിച്ചൺ പൂർണ്ണമായി ബ്ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ പണികൾ തുടങ്ങി. ആ പണികൾ തുടങ്ങിയതിനു ശേഷം പിന്നെ ഈ പ്രഹസന പരിപാടി എന്തിനെന്നാണ് ഞങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ തള്ളലും ഉന്തലും പ്രശ്നം ആയതുകൊണ്ടാണ് ക്യാമറ മുമ്പോട്ട് വരേണ്ടി വന്നത്. അല്ല, ഞങ്ങൾ നേരത്തെ വന്ന് ക്യാമറ വന്ന് ഇത് എടുക്കുന്നതുകൊണ്ടോ ഈ പരിസരത്ത് മലിനീകരണ പ്രശ്നം ഉണ്ടാക്കണമെന്നോ അത് ഉള്ളതിന് ഇല്ല, തടയാൻ പാടില്ല. ഇവിടെയുള്ളവരെ ഒരു മിനിറ്റ് ഇവിടെയുള്ളവർക്ക് കൂടി അതിൻ്റെ വിസ്തീർണം കൊടുക്കാനുള്ള അവസരമുണ്ട്. പറഞ്ഞോളൂ. കഴിഞ്ഞ 10 മാസത്തിന് മുമ്പ് ഞങ്ങൾ ഇതേപോലെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നു. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ഒരു 10 മാസത്തിന് മുമ്പ് നമ്മുടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ അവർ എല്ലാ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും അതുപോലുള്ള എത്ര ലക്ഷം രൂപയുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അതുപോലെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇവിടുത്തെ കൗൺസിലർ ജമാഅത്ത് എല്ലാം ഉൾപ്പെടെ അതിൻ്റെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് 1 ഇഞ്ച് പോലും അവർ മുന്നോട്ട് നീങ്ങാൻ അവർ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 10 മാസമായി നിരന്തരം ഇവിടുത്തെ ആൾക്കാരെല്ലാവരും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും അവർ ഇത് തിരിഞ്ഞു നോക്കാൻ തയ്യാറില്ല. എന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ ഈ സംവിധാനത്തിന് പൊല്യൂഷൻ്റെയോ അല്ലെങ്കിൽ FSSAIയുടെയോ ഒരു സംവിധാനവും ഇവിടെ കിട്ടിയിട്ടില്ല. ഇവിടെ ഈ അശാസ്ത്രീയമായിട്ട് കുറച്ച് മണ്ണ് സൈഡിൽ നിന്ന് എടുത്ത് ഇതിലോട്ട് ഇട്ടിട്ട് മൂടിയിരിക്കുക. ഇത് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ ഇതിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത്. ഈ മണ്ണിട്ട് മൂടുമ്പോൾ ആൾക്കാരുടെ വിചാരം ഇത് എല്ലാ ശാശ്വതമായ പരിഹാരം ഉണ്ടായതാണ്. പക്ഷേ ഞങ്ങൾക്ക് അതല്ല വേണ്ടത്. ശാശ്വതമായ പരിഹാരം. ഇവിടുത്തെ പരിസരത്തുള്ള കിണറുകൾ മലിനമാണ്. ഇവിടുത്തെ വീടുകളുടെ ടാങ്കിൻ്റെ മേളിൽ ഇവിടുത്തെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് എല്ലാ ടാങ്കുകളും കേടാണ്. അതേപോലെ എല്ലാ വീടുകളും പ്രശ്നത്തിലാണ്. നിരവധി കുട്ടികൾ ആശുപത്രിയിലാണ്. ആശുപത്രി പോകുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ തിരിച്ച് വരുമ്പോൾ വീണ്ടും അവർക്ക് അസുഖമുണ്ടാകാൻ. അതുപോലെ വാർദ്ധക്യ സഹജമായ അസുഖം ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആസ്മ പേഷ്യൻസ് ഉണ്ട്, ഹൃദ്രോഗികളുണ്ട്. ഇവർക്കെന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അധികാരികൾക്ക് ഞങ്ങൾ ഒരുപാട് പരാതി കൊടുത്തിട്ടും അധികാരികൾ പോലും ഇത് തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല. ഹെൽത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആരും അതിന് തയ്യാറാവുന്നില്ല. തയ്യാറാകാത്തിടത്തോളം ഒരു ജനകീയ പ്രക്ഷോഭണം എന്നുള്ളതിൽ ജനകീയമായിട്ട് നേരിടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്.
അവരിപ്പോൾ അല്ലാതെ ഇവിടെ പറയുന്നത് ആരെയും തൊഴിലില്ലാതാക്കാനോ നിങ്ങൾ അവിടെ മറ്റൊരു നിൽക്കുന്നത് നമ്മൾ സംവിധാനത്തിനോ തത്സമയം അല്ല. കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് കേട്ടില്ലേ? നേരത്തെ മുഹമ്മദ് ഷാഫി എന്നയാൾ നമ്മുടെ ക്യാമറ പേഴ്സണെ തള്ളിയത് മുഹമ്മദ് ഷാഫി എന്ന ആളാണ്. അയാളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഞങ്ങൾ മണ്ണിട്ടൊക്കെ മൂടിയല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നത്തിന് ഇപ്പോഴാണോ ഇത് ചിത്രീകരിക്കാൻ വരുന്നത്? ഞങ്ങൾ ഇതൊക്കെ മണ്ണിട്ട് മൂടി, മാലിന്യമൊന്നും ഇപ്പോൾ അവിടെ കാണാൻ പോലുമില്ല, അപ്പോൾ വീണ്ടും എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ്? അവർ മണ്ണിട്ട് മൂടിയെന്നാണ് അവകാശപ്പെടുന്നത്. മാഡം, അത് മണ്ണിട്ട് മൂടി എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രീയമായ രീതിയിലാണ് അവർ മൂടാമെന്ന് ആദ്യം പറഞ്ഞത്. കാര്യം ഇവിടുത്തെ വെള്ളം മൊത്തം സക്ക് ചെയ്ത് പുറത്ത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കരമാലിന്യത്തിൻ്റെ മേളിൽ മണ്ണിടാമെന്നാണ് അവർ ആദ്യമായിട്ടത്. ഇപ്പോൾ ആ സംവിധാനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഈ വെള്ളത്തിൻ്റെ മേളിൽ അവർ മണ്ണിട്ട് മൂടുകയാണ്. പുറത്തുനിന്ന് മണ്ണല്ല, ഈ സൈഡിലുള്ള മണ്ണ് മാറി ഇതിൻ്റെ മേളിലിടുകയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും അത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കും എന്നുള്ളത് ഞങ്ങൾക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനു വേണ്ടി അവിടെയുള്ള ജലസ്രോതസ്സുകളിലേക്കൊക്കെ ഈ മാലിന്യം ചെന്നിറങ്ങും. സുജയ, അതെ സുജയ, ഇവിടുന്ന് അല്ല സുജയ, നമ്മളിപ്പോൾ ഇവിടുന്ന് കാണിക്കേണ്ട വിഷയങ്ങൾ നമ്മൾ കാണിച്ചു. ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ ചിലർക്ക് തടസ്സം. നമുക്കിനി ഇവിടെ പുറത്തെ വീടുകളിലേക്ക് പോവാം. ഇവിടെ താമസിക്കുന്നവരാണോ? ഇതെന്താ ഇവിടുത്തെ പ്രശ്നം? എന്താ പറഞ്ഞു? ഇവിടെ ഞങ്ങൾക്ക് രാത്രി വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വേവിക്കാൻ നിവർത്തിയില്ല. ഭയങ്കര സ്മെല്ലാണ് ഞങ്ങൾക്ക്. കാരണം എൻ്റെ വീട്ടിൽ ക്യാൻസർ പേഷ്യൻ്റാണ് ഉള്ളത്. എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്. അപ്പോൾ ഈ സ്മെല്ല് കാരണം ഞങ്ങൾക്ക് ഒന്ന് അടുക്കള ഇതിൻ്റെ അപ്പുറത്താണ് ഇരിക്കുന്ന വീട്. പക്ഷേ ഈ നാറ്റം കൊണ്ട് ഞങ്ങൾക്ക് വേവിക്കാൻ നിവർത്തിയില്ല. നിങ്ങളുടെ വീട് അവിടെയാണെങ്കിൽ ആ മാലിന്യത്തിൻ്റെ അടുത്തുള്ള വീട് അത് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഇതിനേക്കാളും വലിയ സ്മെല്ലായിരിക്കും അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് സ്മെല്ലിൽ നിന്ന് വേവിക്കാൻ പറ്റൂല. കണ്ടല്ലോ സുജയ, ഇതാണ് ഇവരുടെ ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആവശ്യം. ഈ ആവശ്യം ഇത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ എത്തുകയും ചെയ്തത്. അതല്ലാതെ ആരുടെയും തൊഴിലില്ലാതാക്കാനല്ല. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ മണ്ണിട്ട് മൂടിയിരിക്കുന്നത്, സച്ചിനിത ഇതുകൂടെ കാണിക്കുക, ഈ മണ്ണിട്ട് മൂടിയിരിക്കുന്നത് ഇന്നലെയാണ്. അതായത് മിനിഞ്ഞാന്ന് വൈകുന്നേരം പ്രദേശവാസികൾ അവരുടെ ഗതികേട് കൊണ്ട് ഇവിടേക്ക് വന്നു. അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അതായത് മിനിഞ്ഞാന്ന് എടുത്ത വീഡിയോ. അന്ന് ഈ കാണുന്ന സ്ഥലത്തൊക്കെ വളരെ മാലിന്യമായിരുന്നു. ഇത്തരം ഒരു സ്ഥാപനം വളരെ നല്ല രീതിയിൽ മാലിന്യ സംസ്കരണത്തിനുള്ള എല്ലാ സംവിധാനങ്ങളോടും കൂടി പ്രവർത്തിക്കേണ്ട ഒരു സ്ഥാപനമാണ് ഈ രീതിയിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇനിയൊരു കാര്യം ചെയ്യണം. നമുക്ക് ഇവിടെയുള്ള പ്രദേശവാസികളുടെ അടുത്തേക്ക് കൂടി പോകണം. ഇവിടെയാണ് ഇവരുടെ ഭക്ഷണശാല പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇത് കാണിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പോവുകയും ചെയ്തത്. 10 മാസം മുമ്പ് ബന്ധപ്പെട്ട അധികൃതരുടെ സ്ഥലത്തും കോർപ്പറേഷൻ അധികാരികളുടെ അടുത്തൊക്കെ ഇവർ ഈ പ്രശ്നം എത്തിച്ചു. പക്ഷേ എന്നിട്ടും അതിനൊരു പരിഹാരം ഇല്ലാത്തത് കൊണ്ടാണ് ഈ രീതിയിൽ ഉള്ള ഒരു സമീപനം ഉണ്ടായത്. ഇപ്പോൾ പോലീസ് ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രദേശവാസികൾ ഇവിടെ പരാതി പറഞ്ഞതനുസരിച്ചാണ് പോലീസ് എത്തിയത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം സുജി. അതായത് ഇവിടെ പ്രദേശവാസികളുടെ അവിടെ എത്ര പേർ 20ഓളം കുടുംബങ്ങളെങ്കിലും താമസിക്കുന്നുണ്ടാവില്ലേ പ്രസാദ്? 20 പോരാ സുജിയ. നമ്മൾ 20 എന്നുള്ളത് ആദ്യം കിട്ടിയ ഒരു വിവരം അനുസരിച്ച് പറഞ്ഞതാണ്. നമ്മൾ ഏതാണ്ട് എണ്ണി നോക്കുമ്പോഴേക്ക് ഏതാണ്ട് 30-35 വീടുകൾ ഇതിനോട് ചേർന്ന് തന്നെയുണ്ട്. ഇത് കൂടാതെ ഇതിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന വീടുകളിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ നമുക്ക് ഇതിനോട് ചേർന്നുള്ള വീടുകളിലേക്ക് നമുക്ക് പോകണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. നിങ്ങളിവിടെ താമസിക്കുന്നതാണോ? ഇവിടുത്തെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാവോ? ഈ ഒരു മാലിന്യ പ്രശ്നത്തിനെ കുറിച്ച് അറിയാമോ? ആദ്യം നല്ല സ്മെല്ലുണ്ടായിരുന്നു. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് കുഴപ്പമില്ല. ഒരു 2 ദിവസമായിട്ട് ഒരു കുഴപ്പമില്ല. നല്ല മണമുണ്ടായിരുന്നു. നേരത്തെ നല്ല മണമുണ്ടായിരുന്നു. ഇപ്പം ഒരു കുഴപ്പമില്ല. 2 ദിവസം മുമ്പ് ഇവരിവിടെ കയറി മണ്ണൊക്കെ ഇട്ടു. വൃത്തിയാക്കി. ഒരു പ്രദേശവാസി എന്നുള്ള രീതിയിൽ എന്താ പറയാനുള്ളത്? ഇത്തരം സാധനങ്ങൾ നന്നാക്കി കൊണ്ടുപോകണ്ടേ പ്രവർത്തിക്കാൻ? ഓക്കെ, അതാണ് നല്ലത്. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ആവാൻ പാടില്ലല്ലോ അല്ലേ? അതെ. ഇതിൻ്റെ നേരെ എതിർവശത്തുള്ളവരാണ് സുജിയ. നമുക്ക് പ്രധാനമായിട്ട് പോകേണ്ടത് അതിനോട് ചേർന്നുള്ള ആളുകളുടെ എവിടെ അടുത്തുള്ളതാണോ? നമുക്കിതാ ഈ ഭാഗത്തേക്കൊക്കെ നമുക്ക് പോയി നോക്കാം സുജിയ. ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായം നമുക്കറിയണം. കാരണം നമ്മൾ സുജി ആദ്യം പറഞ്ഞത് തന്നെയാണ് നിലപാട്. അതായത് എല്ലാ സ്ഥാപനവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കണം എന്ന അഭിപ്രായമുള്ളവർ തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷേ അതൊരു പ്രദേശത്തിനാകെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ മാലിന്യ സംസ്കരണത്തിന് ഒരു കൃത്യമായ മാനദണ്ഡം ഇല്ലാത്ത രീതിയിലാണ് എങ്കിൽ തീർച്ചയായും അതൊരു പ്രദേശത്ത് തന്നെ ബുദ്ധിമുട്ടാവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് അതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ടിപ്പുറം വരുന്ന ഭാഗം ഇത് തന്നെയാണ്. ഇവിടെ താമസിക്കുന്നതാണോ?
ഈ ഭാഗത്ത് താമസിക്കുന്നതാണോ? അല്ല. ഇത് ഈ ഭാഗത്തുള്ള കടകളാണ്. ഇതിൻ്റെ വീടുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ചേട്ടാ, ഇവിടെ താമസിക്കുന്നതാണോ? ഇവിടെ താമസിക്കുന്നതാണോ? അല്ല. ഇതിനോട് ചേർന്നുള്ള വീടുകൾ ഇതാ ഈ ഭാഗത്തുള്ളതാണ്. നമുക്ക് ഇവിടുത്തെ ആളുകളെ കൂട്ടിയതിന് ശേഷം, ഇവിടുത്തെ ആളുകളെ വിളിച്ചതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പ്രതികരണം എടുക്കാമെന്ന് തോന്നുന്നു. TV പ്രസാദിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഞാനത് അരുൺ സോളമനിലേക്ക് കൂടി പോവുകയാണ്. അരുൺ സോളമൻ, ആ കുടുംബങ്ങളിലേക്ക് പ്രസാദ് എത്തുകയാണ്. അവിടെയുള്ള ദൃശ്യങ്ങൾ, പ്രശ്നം എന്താണെന്ന് പ്രസാദ് വിവരിച്ചു. ഇവർ കൊടുത്ത പരാതികളിന്മേൽ എന്തായി നടപടികൾ? സുജയ, 9 മാസങ്ങൾക്ക് മുൻപെയാണ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ ഈ കൺസൾട്ടിംഗ് എഡിറ്റർ ആയിരുന്നിട്ടുള്ള ജയകുമാറിന് ഇവരാദ്യം ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടും അദ്ദേഹം ഇതിൽ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടലും നടത്തിയില്ല എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും 2 പരാതികളാണ് നിലവിൽ ഈ പ്രദേശത്തുള്ളവർ നൽകിയിരിക്കുന്നത്. അതിൽ ഒന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്, മറ്റൊന്ന് നഗരസഭയ്ക്കുമായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ കക്കൂസ് മാലിന്യം പുറത്ത് തള്ളുന്നു എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ വരികയും അതിൽ നഗരസഭ മേയർ ആര്യ രാജേന്ദ്രൻ ഈ വിഷയത്തിൽ ഇടപെടുകയും അതിൽ ഇടപെട്ടുകൊണ്ട് വലിയ വാർത്തകളൊക്കെ ജൂൺ ജൂലൈ മാസത്തിൽ വന്നിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രദേശത്തെ 20ഓളം കുടുംബങ്ങളാണ് ദുരിതത്തിൽ കഴിയുന്നത്. ഈ 2 അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെയും ഇതിന് നടപടി കൈക്കൊണ്ടിട്ടില്ല. നഗരസഭ ഇതിൽ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളതെന്ന് ഇതുവരെയും ജീവനക്കാരെ അല്ലെങ്കിൽ പ്രദേശവാസികളെ അറിയിച്ചിട്ടില്ല. നിലവിൽ ഇവിടെ ഈ പ്രവർത്തിക്കുന്ന ഈ സൂപ്പർ മാർക്കറ്റിന് അതുപോലെ തന്നെ 3000ഓളം വരുന്ന ജീവനക്കാരുടെ ഈ ഭക്ഷണ പാചകശാല ഇത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ അതൊരു വലിയ പ്രശ്നമാണ്. പ്രദേശവാസികളുടെ ഒരാളുടെ അടുത്ത് ഇപ്പോൾ പ്രസാദ് എത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോയിട്ട് അരുണിലേക്ക് വരാം. പ്രസാദ്, ഇപ്പോൾ അവിടെയുള്ള ആളുകളോട്, കാലങ്ങളായി താമസിക്കുന്ന ആളുകളോട് നമുക്ക് സംസാരിക്കാം. അതെ, എന്താ ഉമ്മേന്റെ പേരെന്താ? എൻ്റെ പേര് സബൂറ ബീവി. സബൂറ ബീവി. എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത്? നമ്മളിവിടെ തന്നെ ഉള്ളത്. ഇതിപ്പോ ഈ ഒരു ഭക്ഷണശാല ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? 2 വർഷമാവുമോ? 1 വർഷമായിട്ടേ ആവുമോ? 1 വർഷത്തിലധികം. ഇപ്പൊ എന്താ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അവിടുത്തെ വെള്ളങ്ങളൊക്കെ ഇങ്ങോട്ട് മതിൽ ചാടിയൊക്കെ, ഇപ്പം അപ്പുറത്തെ വീട്ടിൻ്റെ മതിലൊക്കെ ചാടി വെളിയിലൊക്കെ വന്നാണ് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര സ്മെല്ല് മോനെ. അതാണ് ഉള്ളത്. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ അടുത്ത് എന്തിനു പോകാൻ പറ്റും? ഒന്നിനും പറ്റൂല. അപ്പോൾ അവരുടെ അടുത്തൊക്കെ കാര്യങ്ങൾ 2-3 പ്രാവശ്യം ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ പോയി പറഞ്ഞായിരുന്നു. ഇങ്ങനെയൊക്കെയാണ്. സ്മെല്ലാണോ? ഭയങ്കര ഭയങ്കര സ്മെല്ല്. നേരത്തെ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? നേരത്തെ അവിടെ ഈ ഫുഡൊന്നും ഇവിടെ ഉണ്ടാക്കില്ലല്ലോ. ഇപ്പോൾ ഇവിടെ വന്നതാണ് ഇപ്പോഴായിട്ട്. 1 വർഷമായിട്ടേ ആവേ ഉള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ചൊറി പനിയൊക്കെ അങ്ങനെയൊക്കെ? കുഞ്ഞുങ്ങൾ ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളില്ല. മോനുള്ളത് 13 വയസ്സായി. എല്ലാവരുടെ സ്ഥലത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ കൊതുകും ബുദ്ധിമുട്ടും ഉണ്ട്. ഞാൻ ക്യാൻസർ രോഗിയാണ്. പിന്നെ നമുക്ക് പിന്നെ ഇതല്ലേ പറയാൻ പറ്റുള്ളൂ. അവരുടെ അടുത്ത് പറഞ്ഞാൽ അവർ ചെയ്യണ്ടേ? അവരതിന്റെ സംവിധാനം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അല്ലേ? നേരത്തെ കുറെ തവണ ശ്രദ്ധയിൽപ്പെടുത്തി, നന്നാക്കണം. പെടുത്തി അവരടുത്ത് ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കാൻ പോയി ഇവിടെ ഉള്ളവരെല്ലാം. കേട്ടല്ലോ അല്ലേ സുജയ? അതായത് ഇപ്പോൾ അവിടെ വന്ന് പറഞ്ഞ യൂണിയൻകാർ പറയുന്നതല്ല ശരിയെന്നും പല തവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നതാണ് ശരി. അവരങ്ങല്ലേ യൂണിയൻകാർ കിടക്കണത്. പിന്നെ ഇവിടെ ഉള്ളവർക്കാണ് ബുദ്ധിമുട്ടുള്ളത്. ഈ ഏരിയ കംപ്ലീറ്റ്. അതായത് പല തവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എത്ര പ്രായമുണ്ട് നിങ്ങൾക്കിപ്പം? എത്ര പ്രായമുണ്ട്? ഇവിടെ അല്ല അല്ലേ? ഇതിപ്പം ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ? കുഞ്ഞുങ്ങൾ എൻ്റെ മോനൊക്കെ ഒരു 14 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അവർക്കൊരു പ്രശ്നമില്ല. പക്ഷേ അമ്മ ഉള്ളതാണ്. അമ്മയ്ക്ക് ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും സൗകര്യമേ ഉള്ളൂ. യൂണിയൻകാർ പറയുന്നത് ഒരു സമയം അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ തവണ കൊടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് അവർ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്താത്ത കാരണം എന്ത്? ഈ സ്മെല്ല് കാരണം. ഇതിന് മുമ്പേയും അവിടെ സാജ് എന്ന് പറഞ്ഞ് വേറൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് ഈ ഒരു സ്മെല്ലിൻ്റെ പ്രശ്നമില്ല. അവിടെയും അവർ അച്ചാറും ഫുഡും ഒക്കെ ഉണ്ടാക്കി. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഇപ്പോൾ ഈ രാമചന്ദ്ര വന്നതിന് ശേഷം ഞങ്ങൾക്ക് പ്രശ്നമാണത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. അതാണ് ഞങ്ങൾക്ക്. സ്മെല്ലില്ലാതിരിക്കുക. ഞങ്ങൾക്ക് സ്മെല്ല് കാരണം ഒന്നും ഫുഡ് പോയാലും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതാണ് കാരണം.
പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ് സുജയ, അല്ലേ? പ്രശ്നം പറയുമ്പോൾ അത് മൂടി വെച്ചാൽ തീരുമോ? ഞാൻ തിരിച്ചെത്താം പ്രസാദിലേക്ക്. അരുൺ സോളമൻ ഇപ്പോൾ നിൽക്കുന്ന ഇടത്തേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ടോ? എന്താണ് സംഭവിക്കുന്നത് എന്ന് കൂടി നോക്കണം. അരുൺ സോളമൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? സുജയ, ഇവിടെ ഇപ്പോൾ ഈ സംഘർഷം ഉണ്ടാക്കിയത് CITU തൊഴിലാളികളാണ്. നമ്മുടെ ക്യാമറാമാൻ വീഡിയോ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ശിവപ്രസാദിനെ തള്ളിയതും ഈ CITU പ്രവർത്തകരായിരുന്നു. ഇതിലിപ്പോൾ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് പോലീസ് എത്തിയിരിക്കുകയാണ്. എത്രയും വേഗം നടപടി ഉണ്ടാക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രദേശത്തുള്ളവർ ആരോപിക്കുന്നത്. എന്താണ് സാർ ഇപ്പോൾ പറയുന്നത്? അങ്ങനല്ല, ഇതിപ്പോൾ കുറേ തൊഴിലാളികൾ അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നാട്ടുകാരെന്നുള്ള നിലയിൽ കുറേ നാളുകൊണ്ട് സഹകരിച്ച് പോകുന്നത്. പക്ഷേ ഇത് ഇത്രയും ഒരു ഭീകരമായിട്ടുള്ള സംഭവം ഞങ്ങൾ തന്നെ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. മനസ്സിലായില്ലേ? പുറത്ത് പോകുമ്പോഴത്തേക്ക് ഭയങ്കര സ്മെല്ലായി. പരിസരവാസികൾ ഈ തൊട്ടടുത്ത് താമസിക്കുന്ന പല വീട്ടുകാരും ചോദിച്ചിട്ടുണ്ട്. നിങ്ങളിതാ ഇപ്പോൾ റഹീം സാഹിബൊക്കെ ഇവിടെ തൊട്ട് പുറകിൽ താമസിക്കുന്നത്, അവരുടെ അടുത്ത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയും സ്മെല്ലെന്ന്. ഇവിടെ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് ഡ്രെയിനേജ് പൊട്ടി ഒലിച്ചതാണ്, അത് 1-2 ദിവസത്തിനുള്ളിൽ ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും ഈ കാര്യം പോലീസ് സ്റ്റേഷനിൽ എന്തെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? പരാതിപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേര് പരാതിപ്പെട്ടിട്ടുണ്ട്. തൊട്ട് ഈ മതിലിനോട് തൊട്ട് ചേർന്ന് താമസിക്കുന്ന വീട്ടുകാരൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ട്. ആരും ഇതിൽ ഇടപെട്ടിട്ടില്ല. മനസ്സിലല്ലേ? നഗരസഭയിലും പരാതിപ്പെട്ടിരുന്നല്ലോ. മേയറോ ആരെങ്കിലും ഏതെങ്കിലും അധികൃതർ ഇവിടെ വന്ന് പരിശോധിച്ചിരുന്നോ? ഇതുവരെ ആരും വന്ന് പരിശോധിച്ചായിട്ട് കാണുന്നില്ല. ഇപ്പോൾ ഒരു ചാനലും ഇപ്പോൾ പോലീസും ഒക്കെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ മറ്റേ തൊഴിലാളികളെയും നാട്ടുകാരെയും കൂടെ തമ്മിലടുപ്പിച്ച് അവർക്ക് അതിലൊരു മേൽക്കൈ നേടാനുള്ള ഒരു സംവിധാനമാണ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമ്മളൊരു നിഷ്പക്ഷത പുലർത്തി ഇരുവിഭാഗങ്ങളും ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ സൈലൻ്റായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ എയർപോർട്ട് പരിസരമാണ്. ഇത് പക്ഷിശല്യം ഉണ്ടാവും, ഇത്രയും മാലിന്യം കെട്ടിക്കിടന്ന കൊതുകിൻ്റെ ശല്യം ഉണ്ടാവും, കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ അത് രോഗം വരും. അത് വളരെ ഒരു ഭീകരമായൊരു അന്തരീക്ഷം നിങ്ങൾ കാണുന്നില്ലേ? ഇത് വളരെ ഒരു മോശമായ ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. എന്തായാലും ഇനി ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടതിന് ശേഷമേ പുറകോട്ടുള്ളൂ. സുജയ, ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ പോലീസുകാരുമായി ഇപ്പോൾ പ്രദേശത്തുള്ളവർ വഴക്കിടുന്ന ഒരു അവസ്ഥയാണ്, സംഘർഷത്തിലാവുകയാണ്. കാരണം നിരവധി തവണ പോലീസ് സ്റ്റേഷനിൽ അടക്കം ഈ പരാതി പെട്ടിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായും പറയുന്നത്. വൃത്തിയുള്ള ഇടങ്ങളിൽ പാകം ചെയ്ത ഭക്ഷണമാണ് അത് ആർക്കായാലും വിളമ്പേണ്ടത്. വൃത്തിയില്ലാതെ വിളമ്പുന്നത് അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ പാചകം ചെയ്യുന്നത്, പരിസരം വൃത്തികേടാക്കി നിർത്തുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെതിരെ നേരത്തെയും ഇതുപോലെ ആരോപണം ഉയർന്നിരുന്നു. കക്കൂസ് മാലിന്യം ഓടയിൽ ഒഴുക്കിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മേയർ ഇടപെട്ട് നിയമ നടപടി സ്വീകരിച്ചത് ജൂലൈയിലാണ്. അത് കഴിഞ്ഞ 4 മാസം പിന്നിട്ടപ്പോഴാണ് വീണ്ടും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തൽക്കാലത്തേക്ക് മണ്ണിട്ട് മൂടി എന്നല്ലാതെ സ്ഥിരമായ ഒരു പരിഹാരം അവിടെ ഉണ്ടാകുന്നില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. സുനിഷ അയ്യല്ലൂർ കൂടി നമുക്കൊപ്പമുണ്ട്. സുനിഷ അയ്യല്ലൂർ, ഇപ്പോഴവിടെ സംഘർഷത്തിലേക്ക് പോലീസ് എത്തുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിനു മുൻപ് 4 മാസം മുൻപ് മേയർ ഇടപെട്ട് ഇക്കാര്യത്തിൽ ഉണ്ടാക്കിയ തീർപ്പ് എന്തായിരുന്നു? എന്നിട്ടും ഇത് പാളുന്നത് എന്തുകൊണ്ടാണ്? നഗരസഭയ്ക്കും ഇതിൽ ഉത്തരവാദിത്തമില്ലേ സുനിഷ അയ്യല്ലൂർ? സുജയ, അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം നേരത്തെ തന്നെ ഇത്തരം മാലിന്യം തള്ളുന്നതിനെതിരെ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെയൊക്കെ കർശന നടപടി എടുക്കുമെന്ന് പറഞ്ഞതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അതേ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു നേരത്തെ, കൃത്യം പറയുകയാണെങ്കിൽ ജൂലൈ 20-നാണ് ഇത്തരത്തിൽ രാമചന്ദ്ര ടെക്സ്റ്റൈൽസിനെതിരെ മറ്റൊരു പരാതി കൂടി ലഭിക്കുന്നത്. അത് രാമചന്ദ്ര ടെക്സ്റ്റൈൽസിലെ ഈ കക്കൂസ് മാലിന്യം അത് ഓടയിലേക്ക് തള്ളുന്നു എന്നതായിരുന്നു അന്ന് പരാതിയായി വന്നത്. വീഡിയോ സഹിതം മേയർക്ക് പരാതി ലഭിക്കുകയായിരുന്നു. ഉടനെ തന്നെ അവർക്ക് നോട്ടീസ് അയക്കുകയും എന്താണ് കാരണമെന്ന് അത് അറിയിക്കണം, വിശദീകരണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. SHOയ്ക്ക് FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസ് എടുക്കണമെന്നൊരു നിർദ്ദേശവും മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെ ഈ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു, നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം 4 മാസം പിന്നിട്ടു. അതിനുശേഷമാണിതാ ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം. ഇത് അതിനു മുന്നേയുമുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്, പക്ഷേ ഇത്രയധികം രൂക്ഷമാകുന്നത് അതാ ഇപ്പോഴും ഇത്തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് സുജയ നമ്മൾ ഇവിടെ കാണുന്ന ഈ ദൃശ്യങ്ങൾ പോലും. കാരണം കൃത്യമായി ഇവിടേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പോലും ഒരാൾക്ക് മൂക്കുപൊത്തിയല്ലാതെ ഇവിടേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്. ഇവർ എങ്ങനെയാണ്, തൊട്ടടുത്ത് നിൽക്കുന്നവർ എങ്ങനെയാണ് താമസിക്കുന്നത് എന്നത് വലിയ അതിശയത്തോടെ തന്നെ കാണേണ്ട ഒരു സ്ഥിതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു എന്നതാണ്. തുടക്കം മുതൽ തന്നെ സുജയ് പറഞ്ഞതുപോലെ കൃത്യമായ നടപടിയെടുക്കുമെന്ന് കോർപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് അതിലൊരു കൃത്യമായ നടപടികൾ കൈക്കൊണ്ടിട്ട് പോലും പിന്നെയും ഇത് ആവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ചോദ്യമായി ഉയരുന്നത്. ഒരുപക്ഷെ ഒരു നടപടി
എന്ന രീതിയിൽ ഒരു 5 ദിവസത്തേക്കോ 6 ദിവസത്തേക്കോ ഇവരോട് ഒരു വിശദീകരണം ചോദിച്ചുകൊണ്ട് വീണ്ടും അതിന് തുറക്കാനുള്ള ഒരു അനുമതി കൊടുക്കുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ നടപടികളൊക്കെ തന്നെയും ആ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലേക്ക് മാറുന്നുണ്ടോ എന്നത് തന്നെയാണ് സംശയമായി ഉയരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നെയും ഇവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അത് പ്രേരിപ്പിക്കുന്നത് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത് തന്നെയാണ് ഇവിടുത്തെ ദൃശ്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് തന്നെയാണ്. അല്പസമയം മുമ്പ് ഒരുപക്ഷെ നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് തന്നെ ഈ പ്രശ്നം പുറത്തേക്ക് അറിയാതിരിക്കാനാണ് ഒരു കൂട്ടം പേർ ശ്രമിച്ചത് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ അത് ഇങ്ങനെയല്ല, നേരത്തെ തന്നെ ഇവരോട് സമയം പറഞ്ഞതാണ്, ഇവരോട് ഈ നാട്ടുകാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞതാണ് എന്ന് തുടങ്ങി ഇവിടെയുള്ള തൊഴിലാളികൾ എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്, അല്ലെങ്കിൽ തൊട്ടടുത്ത് താമസിക്കുന്നവരൊക്കെ തന്നെയും പറയുന്നത് അവർ നേരിടുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ്. ഒരുപക്ഷെ ഇപ്പോൾ മണ്ണിട്ട് നികത്തിയതുകൊണ്ട് അത്ര ഭീകരത, എന്നാൽ പോലും ഭീകരത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനു മുമ്പ് എന്തായിരിക്കും എന്നതാണ് ഇനി അറിയേണ്ടത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ വള്ളക്കടവ് ഭാഗം വരുന്നത് ആരുടെ വാർഡാണിത്? നഗരസഭയിലെ ആരുടെ വാർഡാണിത്? കൗൺസിലർ ആരാണ് സുനിഷ? നമുക്ക് അവരെ വിളിക്കാം. സുനിഷ, ഇത് ഗായത്രി ബാബുവിന്റെ വാർഡല്ലേ? സുജയ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്ക് അവരെ വിളിച്ച് കൃത്യമായി അവരെ വിളിക്കേണ്ടതുണ്ട്. വാർഡ് കൗൺസിലറെയും ഒപ്പം തന്നെ മേയറെയും ഈ കാര്യത്തിൽ. കാരണം മേയർ പറഞ്ഞത് ഇങ്ങനെയൊരു സാഹചര്യം ഇനി ഒരിക്കലും ഉണ്ടാക്കില്ല എന്നതാണ്. ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ, ഇത്തരത്തിൽ മാലിന്യം തള്ളി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവർക്കെതിരെ കർശനമായ നടപടികളിലേക്ക് കടക്കുമെന്നത് തന്നെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഏതായാലും തീർച്ചയായും നമ്മൾ അവിടെയുള്ള ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്കൊപ്പം തന്നെ തുടരുകയാണ്. സുനിഷ, എന്നിവരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുനിഷ, ഞാനൊന്ന് TV പ്രസാദിലേക്ക് പോവുകയാണ്. TV പ്രസാദ്, നേരത്തെ അവിടെ പോലീസൊക്കെ എത്തിയിരുന്നു. പ്രത്യേകിച്ചും അവിടെ ഈ കൃത്യമായി യൂണിയൻ പ്രതിനിധികളടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ തത്സമയം വിവരങ്ങൾ നൽകുന്നതിനിടയിൽ, ലൈവ് തോണിനിടയിൽ കാണുകയാണ്. നമ്മൾ ജനങ്ങളിലേക്ക് എന്താണോ സംഭവിക്കുന്നത് അതിന്റെ നേർചിത്രമാണ് എത്തിക്കുന്നത്. ഒറ്റ ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ മണ്ണിട്ട് മൂടുകയല്ല, ശാശ്വതമായ പരിഹാരം വേണം. അതിന് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാകുന്നില്ല. ഇത്രയും പ്രശ്നം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും അവിടേക്ക് വാർഡ് കൗൺസിലർ പോലും എത്തിയിട്ടില്ലേ പ്രസാദ്? വാർഡ് കൗൺസിലറുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അനുകൂല തീരുമാനമല്ല എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ ഇപ്പോൾ സംഭവം അറിഞ്ഞ് നാട്ടുകാരെല്ലാവരും കൂടി വരുന്നുണ്ട്. അതല്ലാതെ അധികൃതരാരും ഇടപെടുന്നില്ല. ഒരുപക്ഷെ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിൻ്റെ ഒരു പ്രൗഢിയായിരിക്കാം അതിൻ്റെ കാരണം എന്നാണ് മനസ്സിലാകുന്നത്. എവിടെയാണ് വീട്? ഇവിടുത്തെ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അറിയോ? 8 മാസം കൊണ്ട് സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. അവർ ഇപ്പോൾ ശരിയാക്കാം, നാളെ ശരിയാക്കാം എന്ന് പറയുന്നുണ്ട്. ഒന്നും ഒരു അനുകൂലമായിട്ട് നമുക്കൊന്നും ശരിയായില്ല. ഇടയ്ക്ക് 5-6 പേര് കയറി പ്രശ്നം ഉണ്ടാക്കി കയറ്റി പൂട്ടിട്ട് ഒരാഴ്ചയായി. പിന്നെ അതിനുശേഷം രാഖിരാമനെ കുറച്ച് സാധനങ്ങളൊക്കെ അവർ ഇവിടെ നിന്ന് കൊണ്ടുപോയി. പിന്നെ വണ്ടിയൊന്ന് നമുക്ക് കയറ്റി വിടാൻ, അവർക്ക് കയറ്റി വിടാൻ ഒക്കത്തില്ല, പുറത്തിട്ടിരുന്നു. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ ഈ പരിസരത്തുള്ള സഹോദരന്മാരെല്ലാം വന്ന് പറഞ്ഞിട്ടും അവരിതായില്ല. അപ്പോൾ ഉടനെ ശരിയാക്കി തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം അതിനുശേഷമുള്ള സംഭവം ഇവിടെ അതിയായിട്ട് കിച്ചൺ ഇല്ലെന്നാണ് പറയുന്നത്, അത് മാറ്റി എന്നാണ് പറയുന്നത്. അതിൻ്റെ പുറകിലേക്ക് നമ്മൾ പോകുമ്പോഴേ ഭയങ്കര നാറ്റവും വെള്ളം കെട്ടിക്കിടക്കുകയൊക്കെ ചെയ്യും. നല്ല വാസന ഇവിടെ പ്രദേശവാസികൾക്കെല്ലാം പ്രശ്നമാണ്. പക്ഷെ അവര് നമുക്കിപ്പം ഇപ്പോൾ കൗൺസിലർ ഗായത്രി ബാബു ചേരുകയാണ്. ഗായത്രി ബാബു, ഇപ്പോൾ ഈ വള്ളക്കടവ് മേഖലയിൽ ഇവിടെ ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ ആഹാര നിർമ്മാണ യൂണിറ്റ് വലിയ രീതിയിൽ മാലിന്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പ്രദേശത്തുള്ളവർക്കൊക്കെ പരാതിയുണ്ട്. നിങ്ങളുടെ വാർഡിലെ ഇടമല്ലേ ഇത്? അവിടെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടോ? നമസ്കാരം. ഇത് എന്റെ വാർഡിലല്ല സ്ഥലമുള്ളത്. എനിക്ക് തോന്നുന്നു ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയതുകൊണ്ടായിരിക്കാം എന്നെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇന്നലെ വാട്സാപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയിരുന്നു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, ഇന്നലെയാണ് അറിയുന്നത്. അപ്പൊ ഇന്നലെ തന്നെ നമ്മൾ 4th സർക്കിൾ പരിധിയിലായി ഈ വിഷയം വരുന്നത്. അപ്പൊ ആ സർക്കിളിലെ ഹെൽത്ത് ഇൻസ്പെക്ടറുമായി ഇന്നലെ തന്നെ സംസാരിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം അവിടെ എനിക്ക് അതിന് മറുപടിയായിട്ട് കുറച്ച് ഫോട്ടോസ് ഇട്ട് തന്നിരിക്കുന്നത് അവിടുത്തെ ഡ്രെയിനേജ് സംവിധാനം സക്ക് ചെയ്യാൻ വേണ്ടി നഗരസഭയുടെ വാഹനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും സക്കിങ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന്റെ ഫോട്ടോസ് ഇട്ട് തന്നു. അപ്പൊ അതിനുശേഷം ഗായത്രി ബാബു വഞ്ചിയൂർ ആണ് വരുന്നത്. ഷാഹിദയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തിന്റെ കൗൺസിലർ അല്ലേ? അതെ. ഷാജിദ നാസർ നമ്മുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. അദ്ദേഹമാണ് ഇവിടുത്തെ കൗൺസിലർ. ഷാഹിദ, ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇടപെട്ടില്ലേ? നേരത്തെ ആര്യ ഇടപെട്ടതാണ്, മേയർ ഇടപെട്ടതാണ്. മേയർ ഇടപെട്ടു എന്നുള്ളത് ജൂലൈ മാസത്തിൽ തന്നെ അത് നമ്മളടക്കം കണ്ടതുമാണ്. പക്ഷെ അതിനുശേഷം ഫോളോ അപ്പ് ഉണ്ടാകാത്തത് എന്താണ് കൗൺസിലറുടെ ഭാഗത്തു നിന്ന്?
എനിക്കറിയില്ല അതിനെ സംബന്ധിച്ച്. കൗൺസിലറോട് ചോദിച്ചാലേ നമുക്ക് അറിയാൻ കഴിയും. പക്ഷെ അവിടെ വലിയ ബുദ്ധിമുട്ടാണ് ഗായത്രി. ആ ദൃശ്യങ്ങൾ കാണുന്നില്ലേ? അവിടെ നമ്മളെ നേരിട്ട് ചെല്ലുമ്പോഴും വലിയ ദുർഗന്ധമാണ്. 10-30 കുടുംബങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഒരു വാർഡൊക്കെ പരിപാലിക്കേണ്ട കൗൺസിലർ ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ശ്രദ്ധിക്കാതെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ടെക്സ്റ്റൈൽസിന് വേണ്ടി നിൽക്കുകയാണ് എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. നാണക്കേടല്ലേ? ഇന്നലെ എനിക്ക് പരാതി ഒരു ചിത്രം മാത്രമാണെങ്കിൽ പരാതിയായി വന്നു, അല്ലാതെ ഒരു റിട്ടൺ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴൊന്ന് നോക്കൂ, ആ ദൃശ്യങ്ങളൊന്ന് നോക്കൂ. ഇപ്പോൾ ദൃശ്യങ്ങളൊന്ന് നോക്കൂ. ഞാൻ റിപ്പോർട്ടർ കണ്ടോണ്ടിരിക്കുകയല്ല, ഞാൻ പുറത്താണ്. ഗായത്രി, മൊബൈലില്ലേ കയ്യിൽ? യൂട്യൂബിൽ കാണാം. ഈ ദൃശ്യങ്ങളൊന്ന് കാണണം. നോക്കണം നിർബന്ധമുണ്ടോ? നമ്മൾ റോഡിൽ നിന്ന് ഇതിപ്പോ തന്നെ കാണണമെന്നുണ്ടോ? എനിക്കൊരു ചിത്രമല്ലാതെ തന്നെ അവിടുത്തെ പരാതിയായി ഇന്നലെ വന്നു. അതിനെ കുറിച്ച് പറയാനേ എനിക്ക്. ഇക്കാര്യത്തിൽ നഗരസഭ എന്താണ് അനങ്ങാത്തത്? നഗരസഭ ആരെയാണ് സഹായിക്കുന്നത്? ഇന്നലെ നഗരസഭയുടെ ട്രക്കിംഗ് വാഹനം ചെന്നാണ് അത് ട്രക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അത് റിപ്പോർട്ടർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ അവിടുത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ അതിന് മുന്നോടിയായി തന്നെ അവിടെ നോട്ടീസ് കൊടുത്ത കാര്യവും ആ റിപ്പോർട്ടുമാണ് ഇന്നലെ എനിക്ക് അയച്ചു തന്നത്. മറ്റെന്തെങ്കിലും തുടർന്നും ആ തരത്തിൽ ഉള്ളൊരു പ്രവണതയാണ് അവിടെ നടക്കുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് ഇടപെടാം. നമ്മൾ അങ്ങനെ. വളരെ നന്ദി. നമുക്ക് ഷാജിദ നാസറിലേക്ക് ഒന്ന് പോകണം. അവരാണ് അവിടുത്തെ കൗൺസിലർ, വള്ളക്കടവ് കൗൺസിലർ ഷാജിദയാണ്. വളരെ നന്ദി ഗായത്രി ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, പ്രതികരിച്ചതിന്. ഷാജിദ നാസർ, ഇപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ നാട്ടുകാർ വീണ്ടും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ എത്തിയത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ. ഇത് നേരത്തെ ഷാജ് ഫ്ലൈറ്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞ ഒരു ഏജൻസി നടത്തിയിരുന്നതാ. ഫ്ലൈറ്റിൽ ഫുഡ് കൊണ്ടുപോകുന്നവര് നേരത്തെ അവരത് നിർത്തൽ ചെയ്തിട്ട് രാമചന്ദ്രയ്ക്ക് വാടകയ്ക്ക് കൊടുത്തപ്പോൾ അവരവിടെ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ള ആക്ഷേപം കേട്ടതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി താക്കീത് കൊടുത്തു. മേലിൽ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, വെള്ളം കെട്ടിക്കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ നോട്ടീസ് കൊടുത്തു. വീണ്ടും അത് ദുരിതമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരാഴ്ചത്തെ സമയം കൊടുത്തുകൊണ്ട് അവരെല്ലാം ഷിഫ്റ്റ് ചെയ്തു. ഇപ്പൊ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും ഗോഡൌൺ മാത്രമാണ്. രാമചന്ദ്രയുടെ ഹോൾസെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ കൊണ്ട് വെക്കുന്നു, റീറ്റെയിൽ ആയിട്ട് കൊണ്ടുപോയി സ്റ്റോറുകൾ വെക്കുന്നു. അത്ര മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. ഇപ്പൊ നിലവിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നഗരസഭയുമായി ചേർന്നുകൊണ്ട് ആലോചിക്കുകയാണ്. ഉടനെ തന്നെ അതിന് ഒരു മാറ്റം വരുത്തുക. അല്ലാതെ ഇപ്പൊ അവിടെ വേറെ വിഷയങ്ങളൊന്നുമില്ല. തുടരണം ശ്രീമതി ഷാജിദ നാസർ, തുടരണം. വിഷയമില്ല എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന താങ്കൾക്ക് വോട്ട് ചെയ്ത ആളുകളൊക്കെ പറയുന്നത് നുണയാണോ? വെള്ളം കെട്ടിക്കിടക്കുന്നു ഇല്ലാന്ന് പറയുന്നില്ല. ഇവരുടെ വേസ്റ്റ് വെള്ളം അവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ആ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കാനാണ് നഗരസഭയുമായി ചേർന്ന് ചെയ്യുമെന്ന് പറഞ്ഞത്. ഇവരിവിടെ ഗേറ്റിനകത്ത് നടത്തുന്ന പരിപാടി നമുക്ക് എന്താണെന്ന് അറിയില്ല. ആൾക്കാരുടെ വിഷമം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവിടെ ഇടപെടുകയും ഉചിതമായ ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. ആ ഒറ്റ രാത്രി കൊണ്ട് ഇവരുടെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്യിച്ചു. ഫുഡ് പ്രോഡക്റ്റ് ഒന്നും അവിടെ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള താക്കീത് കൊടുക്കുകയും ചെയ്തു. ഒന്ന് തുടരണം. അവിടെ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നില്ല എന്നാണ് ടി വി പ്രസാദ്. ഷാജിദ നാസർ, നിങ്ങൾ പ്രകോപിതയാകേണ്ടതില്ല. സമാധാനമായി സംസാരിക്കാം. നമുക്ക് സമാധാനമായി സംസാരിക്കാം. ഞാൻ ടി വി പ്രസാദിലേക്ക് കൂടി പോവുകയാണ്. അവിടെ ഇപ്പോൾ ആ സ്പോട്ടിൽ ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. താങ്കൾ എന്തായാലും ആ സ്പോട്ടിൽ നിന്നല്ലല്ലോ സംസാരിക്കുന്നത്. ഈ വള്ളക്കടവ് പുത്തൻപാലം പ്രദേശവാസികൾ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. ശ്രീമതി ഷാജിദ, ഞാൻ അങ്ങോട്ട് വരാം. ടി വി പ്രസാദ്, അവിടെ ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നാണ് കൗൺസിലർ പറയുന്നത്. ശരിയാണോ? ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ് സുജിയ. ഇതിലുണ്ടായത് നമ്മൾ പറഞ്ഞല്ലോ. അതായത് 2 ദിവസം മുമ്പ് പ്രദേശവാസികൾ ഇവിടെ വലിയ ബഹളമുണ്ടാക്കി, വലിയ പ്രതിഷേധമുണ്ടാക്കി. അതിനുശേഷമാണ് ആ മണ്ണിട്ട് മുടൽ എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടായത്. മാത്രമല്ല, ഇവിടെ നിന്ന് താൽക്കാലികമായി ഭക്ഷണ പദാർത്ഥങ്ങൾ അതായത് കൊണ്ടുപോകുന്നത് നിർത്തി എന്നതാണ് ഇവിടുന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പോഴും അവിടുന്ന് കാണാം. ജീവനക്കാരുണ്ട്. അതിൻ്റെ പാത്രങ്ങൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ വിഷ്വലും കണ്ടിട്ടാണ്. നമ്മളിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കൂടുതൽ ആളുകൾ പോയി അതൊരു സംഘർഷം ഉണ്ടാകണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന കൗൺസിലറുടെ വാദം അത് തെറ്റാണ് എന്നുള്ളതാണ്. പ്രദേശവാസികൾ ഇത്രയും ആളുകളോട് നമ്മൾ സംസാരിച്ചു. ഇവിടെ നിൽക്കുന്ന ഒരു 6ാം ക്ലാസ്സുകാരൻ, എന്താ മോനെ ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര മാറ്റമാണ്. ഞാൻ ഇവിടുത്തെ ഈ കറക്റ്റ് ഇതിൻ്റെ ബാക്കിലാണ് നമ്മളുടെ വീടെന്ന് പറയുന്നത്. ആ വീട്ടിൻ്റെ ബാക്കിൽ ഒടുക്കത്തെ മാറ്റമാണ്. അതിൻ്റെ ബാക്കിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അതുപോലത്തെ മാറ്റമാണ്. കുറേയായി നാറ്റം തുടങ്ങിയിട്ട്? കുറേയായി, ഏകദേശം 1 വർഷമായിട്ടുണ്ടാവും. 1 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും. എങ്കിലും ഈ നാറ്റത്തിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ എല്ലാവരും കൂടെ പ്രശ്നം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ച് മണ്ണിട്ടിട്ടുണ്ട്. 2 ദിവസമായിട്ട് മണം കുറഞ്ഞിട്ടുണ്ടോ? ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒട്ടും രക്ഷയില്ല. ഞങ്ങളെ വീട്ടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തും ബാക്കിലും ഒട്ടും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി.
കേട്ടല്ലോ സുജിയ, ഇതാണ് കൗൺസിലർക്കുള്ള മറുപടി. ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഇതിൽ കൂടുതൽ നമ്മൾ എന്താണ് സംസാരിക്കേണ്ടത്? സംസാരിച്ചതാണിത്. ഇങ്ങനെ വിഷയമില്ല. അത് കട്ടാക്കി തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രദേശവാസികൾ, ഇടതുപക്ഷ അനുഭാവികൾ തന്നെയാണ് സുജയ നമ്മൾ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതും ഈ കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യിക്കുകയും. എനിക്ക് മനസ്സിലാവാത്തത് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിന്റെ ആ ഭക്ഷണം പാചകം ചെയ്യുന്ന ആ യൂണിറ്റ് പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റിയെന്ന് കൗൺസിലർ തറപ്പിച്ച് പറയുകയാണ്. ഭക്ഷണം ഇപ്പോഴും ഇവിടെ പാചകം ചെയ്യുന്നുണ്ട്. ബേക്കറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ കൗൺസിലർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇവിടെ ജീവനക്കാർ ഉണ്ടാകാൻ പാടില്ലല്ലോ, ഇവിടെ പാത്രങ്ങൾ ഉണ്ടാകാൻ പാടില്ലല്ലോ, അത് തുറന്ന് പ്രവർത്തിക്കാൻ പാടില്ലല്ലോ. പക്ഷെ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് അവർ പറഞ്ഞത്? ഗോഡൌൺ ആണ്, സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌൺ ആണ്. അളവ് കുറച്ചിട്ടുണ്ടാകാം. അല്ല, കൗൺസിലർ പറഞ്ഞത് ഗോഡൌൺ ആണ്, സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌൺ ആണ്. ഗോഡൌണിൽ പുക വരുമോ? ഗോഡൌണിൽ പാചകം ചെയ്യുന്ന പാത്രങ്ങൾ വരുമോ? അല്ല, എനിക്ക് അറിയാത്തതുകൊണ്ട് അവർ ഉന്നയിക്കുന്ന വാദങ്ങൾ എന്തുകൊണ്ടാണ് എന്ന കാര്യം നമുക്കറിയില്ല. സുജിയ, ഒരു കാര്യം നമുക്കറിയാം, എല്ലാ മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്ത് വാർത്തയാക്കാതിരിക്കാനുള്ളൊരു കാരണം അത് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് എന്ന പേരും അവരുടെ പെരുമയും കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ഇനി അതുകൊണ്ടാണോ കൗൺസിലർ ഈ വർത്തമാനം പറയുന്നത് എന്ന കാര്യം നമുക്കറിയില്ല. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ മകൻ പറഞ്ഞ ഒരു വിവേചന ഒരു ബുദ്ധി പോലും നമ്മുടെ കൗൺസിലർക്കില്ലേ എന്ന് ചോദിച്ചു പോവുകയാണ് ഈ സമയത്ത്. കാരണം ഇത് ഇത്ര ക്രൂരമായി, ഈ പറയുന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് കുറച്ച് മുമ്പ് നമ്മളോട് സംസാരിച്ചത്. കുറേ കുഞ്ഞുമക്കൾ, അവർക്ക് പനി വരുന്നു, ബുദ്ധിമുട്ടുണ്ടാകുന്നു, നാറ്റം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു സ്ഥാപനമായി കരുതി നടപടിയെടുക്കേണ്ടതിന് പകരം അവിടെ ഒന്നുമില്ലെന്നും അവിടെ ഗോഡൗൺ ആണെന്നും പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗായത്രി പറഞ്ഞതുപോലെ അവർക്ക് ഒരു പരാതി കിട്ടി, അതിലിടപെടും എന്നാണ് അവർ കൃത്യമായി പറഞ്ഞത്. അതല്ലാതെ അറിയാത്ത കാര്യത്തിനെ കുറിച്ച് അവർ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. യഥാർത്ഥത്തിൽ കൗൺസിലർ ഷാജിദയ്ക്ക് വേണ്ടി അവിടെ ഒരു ചേച്ചി സവാള തൊലിക്കുന്ന വിഷ്വൽ. ആ സവാള തൊലിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പാചകമില്ല, ഗോഡൌണിൽ എന്തിനാണ് സവാള ഇങ്ങനെ അരിഞ്ഞു കൂട്ടുന്നത് എന്നുള്ളത് കൂടി അറിയണം. ആ കുടുംബങ്ങളോട് ഇങ്ങനെ കള്ളം പറയുന്നത് എന്തിനാണ് ഒരു കൗൺസിലർ? അവിടെ നോക്കൂ, അവിടെ പാചകം ചെയ്യുന്ന ഒരു ചേച്ചി തലയിൽ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട് പാചകം ചെയ്യുമ്പോഴെന്ന പോലെ. ഇനിയിപ്പോൾ അത് ബേക്കറി പലഹാരം ഉണ്ടാക്കാനാണെങ്കിലും അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. ആ ഭക്ഷണത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ, ആ പാചകം ചെയ്തതിന്റെ ബാക്കി അവശിഷ്ടങ്ങൾ സംസ്കരിക്കാൻ അവിടെ സംവിധാനമില്ല എന്നുള്ളതും വ്യക്തമല്ലേ? ഇതാ നോക്കൂ, അവിടെ ഇപ്പോൾ ബേക്കറി പലഹാരം ഉണ്ടാക്കാനാണോ എന്തിനാണോ മാവ് കുഴച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതവിടെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കള്ളം പറയേണ്ട കാര്യമില്ല. നമ്മൾ ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത്. 6 വയസ്സുള്ള 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടി വന്ന് പറഞ്ഞല്ലോ, എനിക്ക് ഇതിന് തൊട്ടടുത്തുള്ള വീട്ടിൽ ഇരിക്കാൻ കഴിയുന്നില്ല എന്ന്. അങ്ങനെ പറയുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി ഇടപെട്ടുകൊണ്ട് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ വീണ്ടും കാണിക്കുന്നത്. പാചകമില്ല എന്ന് പറഞ്ഞയിടത്ത് കൗൺസിലർ കാണൂ, ഇതാണ് പാചകം ചെയ്യുന്നത്, ഇങ്ങനെയാണ് പാചകം ചെയ്യുന്നത്. ഈ പാചകം ചെയ്യുന്ന സാധനങ്ങളെല്ലാം എവിടേക്ക് കൊണ്ടുപോയി എന്നാണ് കൗൺസിലർ അപ്പോൾ പറയുന്നത്? പ്രസാദ്, ആരെയാണ് അവർ പറ്റിക്കാൻ നോക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കള്ളം പറയുന്നത്? അത് തന്നെയാണ് സുജയത്തിലെ പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ പറഞ്ഞതിൽ കൂടുതൽ മറുപടി ഒന്നും ആ കൗൺസിലർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ വന്ന് നമ്മുടെ ബോധ്യം മാത്രമല്ല, കുറേ മനുഷ്യർ, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ കഷ്ടപ്പാടുകളാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. മറ്റ് ചാനലുകളും മറ്റ് പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യാത്തിടത്തും ഞങ്ങൾ റിപ്പോർട്ടർ വാർത്താ സംഘം എത്തുന്നതും പ്രേക്ഷകർ പിന്തുണയ്ക്കുന്നുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നു, രവി എന്ന പ്രേക്ഷകൻ പറയുന്നു, കൗൺസിലർ വെറും ഉടായ്പ് തന്നെ, ക്യാഷ് വാങ്ങി വോട്ടർമാരുടെ കുഴിവെട്ടുന്നു. എന്ത് പെരുമ, ജനമില്ലെങ്കിൽ ഒരു പെരുമയും ആർക്കുമില്ല. ഷാജിദയോട് വന്ന് ഒരു ദിവസം ഇവിടെ നിൽക്കാൻ പറ, നിങ്ങൾ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസുകാരോട് ചോദിക്കുമെന്ന് പ്രസാദിനോട് പറയുന്നുണ്ട്. ഇതാ നോക്കൂ, ഇതാ ഗോഡൌൺ എന്ന് അവകാശപ്പെട്ട, സാധനങ്ങൾ സൂക്ഷിക്കുന്നുവെന്ന് കൗൺസിലർ അവകാശപ്പെട്ട ഇടത്തെ ദൃശ്യമാണ്. അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് സവാളയാണ്. ആ സവാള എടുത്ത് അരിയുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അവിടെ കുഴച്ചു വെച്ചിരിക്കുന്നത് ഗോതമ്പോ മൈദയോ എന്തോ ആണ്. ഇതാ നോക്കൂ, ഇന്ന് പൊളിച്ചിട്ടതാണ്, കഴിഞ്ഞ ദിവസത്തേതല്ല. ഇനി കഴിഞ്ഞ ദിവസത്തേതാണെന്ന് പറയരുത്, തത്സമയ ദൃശ്യമാണ്. ശ്രീമതി ഷാജിദ വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. ദാ നോക്കൂ, നന്നാക്കി വെച്ചിരിക്കുന്ന സവാള ഞങ്ങളുടെ സ്ക്രീൻ കാണാമെങ്കിൽ മാഡത്തിന് ഇപ്പോൾ കാണാം. ഇതാണോ ഗോഡൌൺ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. നമുക്ക് നാട്ടുകാരുടെ വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഈ രാമചന്ദ്ര അതോറിറ്റിക്കാരുമായിട്ട് നമ്മൾ സംസാരിച്ചു. നമ്മുടെ ഇവിടുത്തെ പ്രാദേശികമായ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു, അവിടുത്തെ പ്രാദേശികവാസികൾ ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ തന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനി അവിടെ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കില്ല. ഒരു സ്ഥാപനമാണ്, നമുക്ക് എപ്പോഴും അതിനകത്ത് ഇടിച്ചു കയറാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ഞാൻ അവരെ വിളിച്ചു, നിങ്ങളെ കട്ട് ചെയ്തിട്ട് ഞാൻ വിളിച്ചു.
വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ അന്ന് പഠിച്ച തീരുമാനത്തിൽ ബേക്കറി ഉണ്ടാക്കാൻ പറഞ്ഞു. ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പാർ, ചോറ് ഇതൊക്കെ ഇവർക്ക് പാചകം ചെയ്ത് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കൊണ്ടുപോകണേ ഇവിടെ നിന്നായിരുന്നു. അത് കൊണ്ടുപോകണ്ടെന്നാണ് പറഞ്ഞത്. ഫുഡ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ബേക്കറി ഉണ്ടാക്കുന്നതിൽ വെള്ളമൊന്നും വരുന്നില്ല അധികം. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ അതിനൊരു സാവകാശം തരാമെന്ന് പ്രദേശവാസികൾ പറഞ്ഞതുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. എന്തായാലും മാഡം ഇന്ന് കൊണ്ട് ഇത് ക്ലോസ് ചെയ്യും, ഉറപ്പായിട്ട് ക്ലോസ് ചെയ്യും. അത് ചെയ്യണം. കാരണം നിങ്ങളെ വോട്ട് ചെയ്ത് വിശ്വസിച്ച് നിൽക്കുന്ന കുടുംബങ്ങളാണ് അവിടെയുള്ളത്. നിങ്ങൾ ആ വാർഡിന്റെ കൗൺസിലറാണ്. തീർച്ചയായിട്ടും മാം. ഇന്ന് ഞാനിപ്പോൾ അവിടെ ഇന്ന് തന്നെ ക്ലോസ് ചെയ്യുന്നതിനുള്ള എല്ലാ നടപടിയും നഗരസഭയെ ബന്ധപ്പെട്ട് ചെയ്യും. നേരത്തെ അങ്ങനെ നടക്കുന്നില്ല, ഗോഡൌൺ ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ആ ദൃശ്യങ്ങൾ കാട്ടിത്തരേണ്ടി വന്നത്. അത് മനസ്സിലായി കാണുമല്ലോ. മാം ഞങ്ങളോട് പറഞ്ഞത് അങ്ങനെയാണ്. എന്നാൽ അത് വസ്തുതയല്ല, അത് വസ്തുതയല്ല. അങ്ങനെ പറഞ്ഞ് കബളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെതിരെ നടപടിയും എടുക്കണം. മാഡം അതിന് തയ്യാറാണോ? തീർച്ചയായിട്ടും. ഞാനിപ്പോ വിളിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ അത് ക്ലോസ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ പൂട്ടി താക്കോലെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വളരെ നന്ദി. അങ്ങനെ വേണം, അതാകണം ഒരു കൗൺസിലർ. തീർച്ചയായിട്ടും. ഓക്കെ. ശ്രീമതി ഷാജിദ നാസറാണ് നമുക്കൊപ്പം ചേർന്നത്. പ്രസാദ്, ദൃശ്യങ്ങൾ കാട്ടിക്കൊടുത്തപ്പോൾ കൗൺസിലർക്കും കാര്യം ബോധ്യമായി. ഇന്ന് തന്നെ പൂട്ടി താക്കോലെടുക്കും, അത് അടച്ചുപൂട്ടിയില്ലെങ്കിൽ എന്നാണ് കൗൺസിലർ ഈ ലൈവത്തോണിൽ നൽകുന്ന ഉറപ്പ്. ടി വി പ്രസാദ്. അതാണ് സുജയ. എത്ര വേഗമാണ് സുജയ ഗോഡൌൺ മാറി ബേക്കറി ആയത്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ടല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും മനുഷ്യർ ഇവിടെ നിന്നുകൊണ്ടല്ലേ അവരുടെ കണ്ണീര് പറയുന്നത്. ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ പറഞ്ഞത് കേട്ടില്ലേ. എന്നിട്ടും എവിടെ നിന്നോ ആരെയോ പറയുന്നത് പോലെയോ, അല്ലെങ്കിൽ ആരെയോ സന്തോഷിപ്പിക്കണം എന്നുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ആരെയോ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടോ ഒരു ജനപ്രതിനിധി പറയാൻ പറ്റുന്ന വാക്കുകളാണോ അവർ ആദ്യം സംസാരിച്ചത്? എന്തുകൊണ്ടാണ് അവർ രണ്ടാമത് അവരുടെ സംസാരം മാറ്റിയത്? ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നു, അതിൻ്റെ വേസ്റ്റ് ശരിയായ രീതിയിൽ അത് സംസ്കരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക തന്നെ വേണം. അതാണല്ലോ സംസ്ഥാനത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത്, അതാണല്ലോ സാധാരണക്കാരൻ്റെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ അതല്ലാത്ത രീതിയിൽ ഒരു പ്രദേശവാസികളെ ആകെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ മാലിന്യം ഇഷ്ടം പോലെ തുറന്നൊഴുക്കുക, അതൊരുപാട് തവണ പറഞ്ഞിട്ടും അതിനൊരു പരിഹാരമില്ലാതിരിക്കുക, ഒരുപക്ഷെ അവരുടെ സ്വാധീനം കൊണ്ടോ ടീമിനും നൽകുന്ന ഒരു അഭിനന്ദനം കൂടി ഞാൻ അറിയിക്കുകയാണ്. ക്യാമറ കണ്ണുകൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന ഇടങ്ങളിൽ കള്ളങ്ങൾ പൊളിക്കാൻ നിമിഷ നേരം മതി, മുന്നോട്ട് പോവുക, അഭിനന്ദനങ്ങൾ എന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ അറിയിക്കുന്നുണ്ട്. അത് ടി വി പ്രസാദിനും ടീമിനും അവകാശപ്പെട്ടതാണ്. അരുൺ സോളമനും സുനിഷയും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളും സാരഥികളും അടങ്ങുന്ന സംഘമാണ് അവിടെ അത്രയും തടസ്സങ്ങൾ ഉണ്ടായിട്ടും സധൈര്യം ഈ ലൈവത്തോൺ മുന്നോട്ട് കൊണ്ടുപോയത്. കൺഗ്രാറ്റുലേഷൻസ് ടി വി പ്രസാദ് ആൻഡ് ടീം. സുജയ, ഇത് നമ്മൾ തുടരുക തന്നെ ചെയ്യും. കാരണം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിനെതിരെ ആരും വാർത്ത കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് റിപ്പോർട്ടർ ടിവിക്ക് വാർത്ത കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങളുടെ നീറുന്ന പ്രശ്നമാണ്. ഇതിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കുക തന്നെ ചെയ്യും. ഇന്നൊരു ദിവസത്തെ ലൈവത്തോൺ കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല ഇത് എന്ന ഉറപ്പും പ്രേക്ഷകർക്ക് ഞങ്ങൾ കൊടുക്കുകയാണ്. സുജയ, വളരെ നന്ദി. ടി വി പ്രസാദും സുനിഷ അയലൂരും അരുൺ സോളമനും അടങ്ങുന്ന വാർത്താ സംഘമാണ് വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുനിഷയോട് അവസാന ചോദ്യം. സുനിഷ, കൗൺസിലർ ഇന്നത് പൂട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഗരസഭയുടെ തുടർ നടപടികൾ ഉറപ്പാക്കുന്നതിൽ മേയറുടെ പ്രതികരണം തേടുകയല്ലേ നമ്മൾ അടുത്തതായി? സുജയ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഏതായാലും കൗൺസിലർ ഉറപ്പ് നൽകി കഴിഞ്ഞു. ഒരുപക്ഷെ കൗൺസിലറെയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ വിഷ്വലുകൾ അത് കൃത്യമായി തന്നെ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് കാണിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും പൂട്ടി താക്കോൽ വാങ്ങുമെന്നത് കൗൺസിലർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇത് ഇനി ആവർത്തിക്കില്ല. ഒരാൾക്കും ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുമായി കോർപ്പറേഷന്റെ മുന്നിലേക്ക് എത്തരുത് എന്നുള്ളത് തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞ് ഇനി ചുറ്റിലുമുള്ള ഒരു വീട്ടുകാർക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നത് തന്നെയാണ്. ഏതായാലും അതിനി ഉണ്ടാകില്ല എന്ന് ഉറപ്പാക്കാൻ അത് കോർപ്പറേഷൻ ഉറപ്പാക്കുമെന്ന നമ്മളും അത് ഉറപ്പാക്കുമെന്നുള്ളത് തന്നെയാണ്. നാട്ടുകാർക്ക് റിപ്പോർട്ടർ ടീമിന് നൽകാനുള്ള ഏറ്റവും വലിയ ഉറപ്പ്, ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അതിനൊരു പരിഹാരം ഉണ്ടാകണം. അതൊരു ജനകീയ വിഷയമാണെങ്കിൽ അത് ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ ദുഃഖത്തിനും ദുരിതത്തിനും പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമം ചെയ്യേണ്ടത് എന്ന മാധ്യമധർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന ടാഗ് ലൈനുമായി റിപ്പോർട്ടർ മുന്നോട്ട് പോകുന്നത്. ഒപ്പമുണ്ടായ പ്രേക്ഷകർക്ക്, പിന്തുണച്ചവർക്ക്, പ്രോത്സാഹിപ്പിച്ചവർക്ക് എല്ലാവർക്കും നന്ദി. ഇതാണ് ജേർണലിസം, ഇങ്ങനെയാകണം ജേർണലിസം എന്നതടക്കമുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കും നന്ദി. നിങ്ങളാണ് ഞങ്ങളുടെ കരുത്ത്, ഒപ്പമുണ്ടാകണം എന്നും.